Hi all. നമ്മൾ ഓൾറെഡി 3-phase ഫുൾ കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എക്സാമിന് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. എ 3-phase fully controlled bridge converter operating from a 3-phase 220 volt 50 Hz supply is used to charge a battery bank with nominal voltage of 240 volt. അതായത് നോമിനൽ വോൾട്ടേജ് 240 volt തന്നിട്ടുണ്ട്. The battery bank has an internal resistance of 0.05 ohm and the battery bank voltage varies by plus or minus 10% around its nominal value when fully charged and uncharged conditions. Okay. Assuming continuous conduction and constant charging current of 20 ampere, find out the range of firing angle of the converter. അതായത് കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ഓഫ് ഫയറിംഗ് ആംഗിൾ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മാക്സിമം ആൻഡ് മിനിമം ബാറ്ററി വോൾട്ടേജസ് ആർ, അതായത് വേരി വിത്ത് പ്ലസ് ഓർ മൈനസ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമിനൽ വോൾട്ടേജിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് 10% ആയിരിക്കും വേരിയേഷൻ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് ദി മാക്സിമം ആൻഡ് മിനിമം ബാറ്ററി വോൾട്ടേജസ് ആർ വി ബി മിനിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.9 ഇൻറ്റു വി ബി നോമിനൽ. എത്രയാണ്? 0.9 ഇൻറ്റു, അതായത് 0.9 എന്ന് പറയുന്നത് എന്താണ്? 90%, അതായത് 10% കുറവ്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് 0.9 ഇൻറ്റു 240, ദാറ്റ് ഈസ് 216 മിനിമം വോൾട്ട്. 216 വോൾട്ട് ആയിരിക്കും മിനിമം. ഇനി മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1.1, അതായത് 110%, 1.1 ഇൻറ്റു അത് പ്ലസ് 10%, നോമിനൽ വോൾട്ടേജിനെക്കാളും 10% കൂടുതലായിരിക്കും. അതാണ്, ദാറ്റ് ഈസ് 1.1 ഇൻറ്റു 240, ദാറ്റ് ഈസ് 264 വാട്ട്സ്. ഓക്കെ, അതായത് ബാറ്ററിയുടെ മിനിമം വോൾട്ടേജും ബാറ്ററിയുടെ മാക്സിമം വോൾട്ടേജും നമുക്ക് കിട്ടി. ഇനി വെൻ ദ ബാറ്ററി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് മനസ്സിലായില്ലേ? കാരണം നമുക്കിവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ നോമിനൽ വോൾട്ടേജ്, അതായത് 240-നേക്കാളും 10% കൂടുതലായിരിക്കും. അതുപോലെ ബാറ്ററി മിനിമം ചാർജിലിരിക്കുമ്പോൾ 240-നേക്കാൾ മൈനസ് 10%. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. വെൻ ദ ബാറ്ററി ഈസ് ചാർജിങ്, the maximum and minimum voltages required are, എന്താണ് മാക്സിമം വോൾട്ടേജും മിനിമം വോൾട്ടേജും? വി ഒ മിനിമം, വി ഒ മാക്സിമം. വി ഒ മിനിമം ഇസ് ഈക്വൽ ടു വി ബി മിനിമം പ്ലസ് ഐ ഇൻറ്റു ആർ ബി. ദറ്റ് ഈസ് വി ബി മിനിമം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 216. ചാർജിങ് കറണ്ട് 20 ആംപിയർ തന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി ബാറ്ററി 0.05 ohm തന്നിട്ടുണ്ട്. അപ്പം 216 പ്ലസ് 20 ഇൻറ്റു 0.5, ദറ്റ് ഈസ് 217 വോൾട്ട്. ഓക്കെ, അതുപോലെ വി ഒ മാക്സ് എത്രയായിരിക്കും? വി ബി മാക്സ്, അതായത് 264 പ്ലസ് ഐ ഇൻറ്റു ആർ ബി, സെയിം തന്നെ. ഐ ആർ ബിയും സെയിം തന്നെ. അപ്പം 265 വോൾട്ട്. ഓക്കെ, അപ്പം ബാറ്ററി ചാർജിങ് ടൈമിൽ നമുക്ക് വേണ്ട മാക്സിമം വോൾട്ടേജ് 265 വോൾട്ടാണ്. മിനിമം വോൾട്ടേജ് 217 വോൾട്ടാണ്. അപ്പോൾ ഫോർ 3-phase ഫുള്ളി കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടർ, അപ്പോൾ നമ്മൾ ഓരോ കേസിലും, സിംഗിൾ ഫേസ് ആയിക്കോട്ടെ 3-phase ആയിക്കോട്ടെ, ഓരോ കേസിലുള്ള എന്ത് വേണം? വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ദാറ്റ് ഈസ് 3VML/π cos alpha. VML മീൻസ് ലൈൻ വോൾട്ടേജ് ആണ്, അല്ലേ? അപ്പോൾ വി ഒ മിനിമം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു √2 ഇൻറ്റു 20, അതായത് √2 എടുക്കുന്നത് ലൈൻ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈഡ് ബൈ പൈ ഇൻറ്റു കോസ് ആൽഫ, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോസ് സംതിങ് ഈസ് 217 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൽഫ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ടേം ചെയ്ത് കഴിഞ്ഞാൽ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 217 ഡിവൈഡ് ബൈ ഈ ടേംസ് ആയിട്ട് വരും. അതിന് ആൽഫ ഇസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് ആ വാല്യൂ.
അതുപോലെ വി ഒ മാക്സ് എന്ത് കിട്ടും? 3 × √20 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു കോസ് ആൽഫ ഇസിക്കൽ നമ്മുടെ മാക്സിമം വോൾട്ടേജ് 265 വോൾട്ട്. അപ്പോൾ 265 കൊടുത്തു. എന്ന രീതിയിൽ ഈ നമ്പർ ടേംസും ഈ നമ്പർ ടേംസും തമ്മിൽ ഡിവൈഡ് ചെയ്യും. ആ കിട്ടുന്നത് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് കോസ് ആൽഫ കിട്ടും. ഓക്കെ, ആൽഫ ഇസിക്കൽ 26.88. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ആൽഫ കൂടുതലാവുമ്പോൾ ഔട്ട്പുട്ടിലുണ്ടാകുന്ന വോൾട്ടേജ് 217 വോൾട്ടാണ് അല്ലേ. ആൽഫ ഫയറിംഗ് ആംഗിൾ കുറയുമ്പം 265 വോൾട്ട്. അതായത് ഒരു എ സി ആണ്. ഫയറിംഗ് ആംഗിൾ കുറവ് പറയുമ്പം ഈ ഒരു വേവ് ഫോം, ഫയറിംഗ് ആംഗിൾ കൂടുതലെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മാത്രമേ കിട്ടൂ. അപ്പോൾ ആവറേജ് കിട്ടുന്ന കൊണ്ട് ഇത്രയും കിട്ടും. ഇനി ഫയറിംഗ് ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ ഇത്ര പോലെ മാത്രമേ കിട്ടൂ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാകുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് 3 ഫേസ് ഹാഫ് കൺവേർട്ടറാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് ഫുൾ കൺട്രോൾഡ് പഠിച്ചു. 3 ഫേസ് ഫുൾ കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവേർട്ടറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് 3 ഫേസ് ഹാഫ് കൺവേർട്ടറാണ്. ഓക്കെ, അപ്പം നോക്കാം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. 3 ഫേസ് ഹാഫ് കൺവേർട്ടർ ആകുമ്പം നമ്മുടെ നേരത്തെ T1 നേരെ താഴെ ഉപയോഗിച്ചിരിക്കുന്നതും എന്തായിരുന്നു? നെഗറ്റീവ് ഗ്രൂപ്പ്സിൽ നമ്മൾ നേരത്തെ തൈറിസ്റ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ നെഗറ്റീവ് ഗ്രൂപ്പ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയോഡ്സ് ആണ്. ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ 3 ഫേസ് ഹാഫ് കൺവേർട്ടർ അല്ലെങ്കിൽ 3 ഫേസ് സെമി കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഓരോ സ്ലൈഡിലും ഞാൻ ഇതിങ്ങനെയാണ്. ഇപ്പം ഇൻ 3 ഫേസ് സെമി കൺവേർട്ടർ ദർ ഷുഡ് ബി 3 തൈറിസ്റ്റേഴ്സ് ആൻഡ് 3 ഡയോഡ്സ് ആൻഡ് ഓൾസോ ദർ ഇസ് എ ഫ്രീ വീലിംഗ് ഡയോഡ്. അങ്ങനെയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിപ്പോൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ PS ബിംബ്രയുടെ ടെക്സ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ PS ബിംബ്രയുടെ ടെക്സ്റ്റിൽ 3 ഫേസ് സെമി കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതുക. അപ്പോൾ T1 T2 T3 3 തൈറിസ്റ്റേഴ്സാണ്. D1 D2 D3 ഡയോഡ്സ് ആണ്. ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ലോഡ് RLE ലോഡാണ്. R ഉണ്ട്, L ഉണ്ട്, E ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരത്തെ എന്താണ്, നമ്മൾ നെഗറ്റീവ് ഗ്രൂപ്പ്സിലെ തൈറിസ്റ്റേഴ്സിനെ കൂടി നേരത്തെ കൺട്രോൾ ചെയ്യണം, അതായത് ട്രിഗർ ചെയ്യണം അല്ലേ, എന്നാൽ മാത്രമേ ആ തൈറിസ്റ്റ് ഓൺ ആവും. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ T1 T2 T3 മാത്രം ട്രിഗർ ചെയ്താൽ മതി. ഇപ്പോൾ T1 ട്രിഗർ ചെയ്തു അല്ലേ, ആ ടൈമിൽ ഏത് വോൾട്ടേജ് ആണോ നെഗറ്റീവ്, ഇപ്പോൾ നമ്മൾ 3 ഫേസ് ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അത് ഏത് വോൾട്ടേജ് ആണോ നെഗറ്റീവ്, അത് B ആണ് മോർ നെഗറ്റീവ് എങ്കിൽ എന്ത് പറ്റും, D2 ഓൺ ആവും അല്ലേ. അപ്പോൾ D2 ഓൺ ആയി കഴിഞ്ഞാൽ T1ഉം D2 ഓൺ ആയി കഴിഞ്ഞാൽ ഏതായിരിക്കും വോൾട്ടേജ് കിട്ടുക, T1 ഇങ്ങനെ വന്ന് D2, അതായത് VAC എന്നുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അല്ലേ. അതായത് T1 ഓണായി ഇങ്ങനെ പോയി ഇതുവഴി പോയി നേരെ വന്ന് D2 ഓണായി കഴിഞ്ഞാൽ ഇതല്ലേ, അപ്പോൾ VAB എന്നുള്ള വോൾട്ടേജ് കിട്ടും. ഇനി മോർ നെഗറ്റീവായിട്ടുള്ളത് T1 തന്നെ ഓൺ ആയിട്ടുള്ളത്, മോർ നെഗറ്റീവായിട്ടുള്ളത് D3 ആണെങ്കിലോ, D3 ആണെങ്കിൽ D3 കണ്ടക്ട് ചെയ്യും, അപ്പം VAC കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോംസ് 3 ഫേസ് ഫുൾ കൺവേർട്ടറിന് മേജറായിട്ടൊരു ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വരക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 3 ഫേസ് സെമി കൺവേർട്ടർ ആൻഡ് ഓൾസോ ഡ്രോ ദി ഔട്ട്പുട്ട് വേവ് ഫോം ഫോർ ആൽഫ ഇസ് ഈക്വൽ ടു ഒരു ആംഗിൾ, ആൽഫ ഇസ് ഈക്വൽ ടു വേറൊരു ആംഗിൾ, അതായത് 15, 60, ആൽഫ ഇസ് ഈക്വൽ ടു 90, 15 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വേണം, ഔട്ട്പുട്ട് വേവ് ഫോം വേണം. ഔട്ട്പുട്ട് വേവ് ഫോംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഫേസ് ബ്രിഡ്ജ് കൺവേർട്ടറിൽ ω t is equal to 60 ഡിഗ്രിയാണ് ആൽഫ is equal to 0 എന്ന് പറയുന്നത്. അതായത് ആൽഫ is equal to 0 എന്ന് പറയുമ്പം അത് ω t is equal to 60 ഡിഗ്രിയിലാണ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേവ് ഫോം ആൽഫ is equal to 15 ഡിഗ്രി. ഓക്കെ, 1 മിനിറ്റ്.
അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ ഈ ഒരു വേവ് ഫോം നോക്കുക. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്ന് വരുമ്പോൾ ഇതാണ്ട ഈ ഒരു പോയിൻ്റ് ഇതാണ് ഞാൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറഞ്ഞ പോയിൻ്റ്. ആ ഒരു പോയിന്റിലായിരിക്കും ട്രിഗർ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന വേവ് ഫോം നോക്കുക. ഞാൻ വരക്കാം. ഇങ്ങനെ വരും, ഇതുവഴി ഇങ്ങനെ വരും, ഇവിടെ എത്തും അല്ലേ. അത് കഴിഞ്ഞ് ഒന്നും കൂടി വരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും ആൽഫ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ കിട്ടുക. ഓക്കെ, സോ ആൽഫ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയിൽ. ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുന്നത് ഈ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, അതായത് ഈ ഒരു പോയിൻ്റ്, ഇതൊരു ഒമേഗ ടി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നുള്ള പോയിൻ്റ് അവിടെ നിന്നാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ആൽഫ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രിയിൽ നോക്കുക. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് 15 ഡിഗ്രി, അതായത് ഒമേഗ ടി ഈക്വൽ ടു 60, ഒമേഗ ടി ഈസ് ഈക്വൽ ടു 60 പ്ലസ് 15 75. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒമേഗ ടി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇനി നോക്കുക, വേവ് ഫോം വരുന്നത് ഇതല്ലേ നമ്മുടെ VAB റെഡ് കാണിച്ചിരിക്കുന്നത്. അത് ഒമേഗ ടി 60 കഴിഞ്ഞിട്ട് 15 ഡിഗ്രിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ വരെ വരും. എന്നിട്ട് ശ്രദ്ധിക്കണം, എന്നിട്ട് അടുത്ത വേവ് ഫോം കണ്ട VAC കാണുന്നില്ലേ, VACക്ക് ഇതുപോലൊരു കട്ടിങ് ഇല്ല. അതായത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് അടുത്ത നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ല, നേരെ മറിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, അടുത്തത് ഇങ്ങനെ തന്നെ പോയി, അടുത്ത തൈറിസ്റ്റർ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഓരോ തൈറിസ്റ്റേഴ്സും ഫസ്റ്റ് തൈറിസ്റ്ററിൻ്റെ ഫയറിംഗ് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, T1. ഇനി അത് കഴിഞ്ഞ് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ് സെക്കൻഡ് തൈറിസ്റ്ററിൻ്റെ ട്രിഗറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് ഇവിടെ നിന്നാണ് T3 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതാണ് മനസ്സിൽ കൃത്യമായിട്ടും ഉണ്ടാവേണ്ട കാര്യം. അതായത് T1, T2, T3 സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് VAB, VAC, VAB, VAC, VAB ആവണമെങ്കിൽ T1 മാത്രം ട്രിഗർ ചെയ്താൽ മതി. T1 VAB കിട്ടി, ഇങ്ങനെ കിട്ടി, ഇതുവഴി വന്ന് D2 കണ്ടക്ട് ചെയ്തു, VAB കിട്ടി അല്ലേ. ഇനി VAB കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, VAC ആണ് അടുത്തത് വരുന്നത് അല്ലേ. VAC വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, T1 തന്നെയാണ് ട്രിഗർ ചെയ്യുന്നത്, ബട്ട് AC വരുമ്പോൾ D3 കണ്ടക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പം T1 ട്രിഗർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, VABയും കിട്ടും, VACയും കിട്ടും. അന്നേരം ഈ VAC എന്നുള്ള ഈ വോൾട്ടേജിന് എന്തില്ല, ഇങ്ങനെ ഫയറിംഗ് ആംഗിൾ ഡിലേ ഇല്ല. കാരണം T1 ഓണാക്കാൻ മാത്രമേ ഡിലേ ഉള്ളൂ, ബാക്കി ഓട്ടോമാറ്റിക്കലി D3 മോർ നെഗറ്റീവ് ആകുമ്പോൾ D3 കണ്ടക്ട് ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് ഇതാണ് 3 ഫേസ് ഹാഫ് കൺവേർട്ടറിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് VABയിൽ ഒരു ഫയറിംഗ് ആംഗിൾ ഉണ്ട്, ബട്ട് VACയിൽ ഫയറിംഗ് ആംഗിൾ ഇല്ല. കാരണം T1 ഓൺ ചെയ്യാൻ മാത്രമാണ് ഫയറിംഗ് ആംഗിൾ ഡിലേ. D2 ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതാണ്, D3 ഓട്ടോമാറ്റിക്കലി മോർ നെഗറ്റീവ് ആകുമ്പോൾ ഓൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ VAB, VAC കഴിഞ്ഞാൽ അടുത്തത് VBC, VBA. രണ്ടിലും B ആണ് സബ്സ്ക്രിപ്റ്റ് വരുന്നത് അല്ലേ. VBC, VBA അല്ലേ. അപ്പോൾ VBC ഓണാക്കാൻ വേണ്ടിയിട്ട് T2 ഓണാക്കി. ഇനി ഇത് അല്ലേ, ഈ ഒരു പാത്തിലായിരിക്കും T3, D3 കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് VBC കിട്ടുന്നത്. VBA കിട്ടാൻ വേണ്ടിയിട്ട് D1, T3യും D1ഉം കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ആൽഫ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി, അതായത് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇതാണ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഒമേഗ ടി എന്നുള്ള ഈ പോയിന്റിലാണ് T1 സ്റ്റാർട്ട് ചെയ്തത്. 120 ഡിഗ്രി T1 കണ്ടക്ട് ചെയ്തു, പിന്നെ T2, വീണ്ടും T3 അല്ലേ. ആ രീതിയിൽ കണ്ടക്ഷൻ പോയി. ഓക്കെ, അതിന് താഴെ D3, D1 ആ രീതിയിലും വരും. ഓക്കെ, കാരണം ഇപ്പോൾ D3 വരുന്നത് എന്തുകൊണ്ടാണ്, VAB ആണ് ഇവിടെ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ VAB വരണമെങ്കിൽ T1ഉം
D2 തന്നെ കണ്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ D2 വരുന്നത് അല്ലേ. ഇനി ഇവിടെ VAC ആണ് വരുന്നത്. അപ്പോൾ ഏത് പോയിന്റിലാണ് VAC വരുന്നത്? ഇവിടെ VAC വരണമെങ്കിൽ T1 കണ്ടക്ട് ചെയ്യണം. T1 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. C ഏതാണ്? D3 കണ്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 ഫേസ് വേവ് ഫോം വരക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ 3 ഫേസ് വേവ് ഫോം വരക്കുമ്പോൾ അതിൻ്റെ ആ 3 ഫേസ് വേവ് ഫോമിൻ്റെ ഷേപ്പല്ല, അത് വരുന്ന വോൾട്ടേജ് VAB ആണോ VBC ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്വിച്ചിങ് പൾസസ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് 3 ഫേസ് ഹാഫ് വണ്ണേഡ് വിത്ത് ആൽഫ ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി. ഇനി നോക്കാം, ഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി നമ്മൾ പഠിച്ചു. അതായത് ഒമേഗ ടി എത്ര വരും? 75 ഡിഗ്രി. ഇനി ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആകുമ്പം ഒമേഗ ടി എത്ര വരും? 60 + 60 ടോട്ടൽ 120 ഡിഗ്രി. അതായത് ഇവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 120 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ചെയ്യുന്നത് എന്താണ്? T1 ആണ് അല്ലേ. അപ്പോൾ T1 ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ റെഫറൻസ് പോയിൻ്റ് അല്ലേ, ഒമേഗ ടി 0. അപ്പോൾ അത് കഴിഞ്ഞ് 60 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ SCR T1 ഓൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ VAB എന്നുള്ള സാധനം ഓൾറെഡി കഴിഞ്ഞു. കാരണം VAB കഴിഞ്ഞു. ഇനി 60 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ D3 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. 60 ഡിഗ്രി കഴിഞ്ഞാൽ D3 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പം VAC എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. കാരണം C ആണ് കൂടുതൽ നെഗറ്റീവ് വരിക. അതുകൊണ്ട് VAC എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? VAC ആൽഫ ഇസ് ഈക്വൽ ടു 60ൽ VAC വരച്ചു. അതിങ്ങനെ വന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് തുടങ്ങുന്നത് VAB VAC. ഇനി VBC VBA ഉള്ളത്. അപ്പം VBA തുടങ്ങുന്നത് വരെയും എന്തായിരിക്കും? നമ്മളെ VAC കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ VBA VCB ഇങ്ങനെ പോകും. ഓക്കെ ആണോ? അതായത് 60 ഡിഗ്രി ഉണ്ട് ഗ്യാപ്പ്. അപ്പോൾ 60 ഡിഗ്രി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് VAB എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല. നേരെ മറിച്ച് VACയുടെ ടേമിലായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ VBA VCB VAC ഇങ്ങനെ പോകും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം മോർ നെഗറ്റീവ് ഒരിക്കലും VAB മോർ നെഗറ്റീവ് ആവില്ല. കാരണം 60 ഡിഗ്രി ഫയറിംഗ് ആംഗിൾ വരുന്നതുകൊണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ നോക്കാം. T1ൻ്റെ നേതായ D3, T2 D1, T3 D2. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് കാണാണ്ട് പഠിക്കുക. അല്ലെങ്കിൽ കാണാണ്ട് പഠിക്കുക പറഞ്ഞാൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കാണാണ്ട് വരക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണാണ്ട് വരച്ച് പഠിക്കുക. ഓക്കെ, ഇനി ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് വീണ്ടും ശ്രദ്ധിക്കണം. ആൽഫ ഇസ് ഈക്വൽ ടു, അപ്പം ശ്രദ്ധിക്കുക, ഈ ആൽഫ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി വരുമ്പം, കാരണം ഇവിടെ എത്തുമ്പോൾ വേവ് ഫോം തീർന്ന് വീണ്ടും അടുത്തത് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡിന് ഇതിൽ 3 ഫേസ് ഹാഫ് കൺവേർട്ടറിൽ ഫോർ 60 ഡിഗ്രിക്ക് ഫ്രീ വീലിംഗ് ഡയോഡിന് റോളില്ല. ഓക്കെ, ഇനി നോക്കാം. ഫോർ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി വരുമ്പോൾ എന്ത് പറ്റി നോക്കാം. 90 ഡിഗ്രി ആൽഫ ഇസ് ഈക്വൽ ടു 90 വരുമ്പോൾ നമ്മുടെ ഒമേഗ ടി എത്ര വരും? ഒമേഗ ടി 90 + 60 150ലാണ് ഫയറിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നോട്ട് വരച്ച് ഇങ്ങോട്ട് വരാന്ന്, ഇതാണ് 150 അല്ലേ. 150ൽ നമ്മൾ ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി 60ലാകുമ്പോൾ തന്നെ നമ്മുടെ ഫയറിങ്ങിൻ്റെ VAB D2 എന്ന സാധനം കണ്ടക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലേ. VAB കണ്ടക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ഏതാണ്? C ആണ് മോർ പോസിറ്റീവ്. അതുകൊണ്ട് D3 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. T1ൻ്റെ കൂടെ D3 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം VAC എന്നില്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടി. നോക്കി, ഇനി ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ താഴോട്ട് വരും. ശരിക്കും ഇങ്ങനെ താഴോട്ട് വന്നിട്ടാണ് VBA അടുത്ത് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ശരിക്കും വേവ് ഫോം ഉണ്ടാവുക അല്ലേ. ഇങ്ങനെയായിരിക്കും ശരിക്കും വേവ് ഫോം ഉണ്ടാവുക. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളതുകൊണ്ട് താഴോട്ട് വരുന്ന ആ പോയിൻ്റ് കട്ട് ചെയ്ത് പോയി അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ ഗ്യാപ്പ്, ഇവിടെ ഒന്ന് ഗ്യാപ്പ്, ഇവിടെ ഒന്ന് ഗ്യാപ്പ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതാണ്
ഈ ഈ 0 എന്ന് വരുന്ന ടൈമിൽ കാണുന്നില്ലേ, ഫ്രീ വീലിംഗ് ഡയോഡ് ഓൺ ആണ്. ഓക്കെ, T1 D3 ഫ്രീ വീലിംഗ് ഡയോഡ്, T2 D1 ഫ്രീ വീലിംഗ് ഡയോഡ്, T3 D2 ഇങ്ങനെ വേവ് ഫോംസ് വരും. അപ്പം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഈ ഒരു പോയിന്റിലാണ് ഫയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ഈ ഒരു പോയിന്റിലാണ് ആൽഫ = 0 വരുന്നത്. ഇനി ആൽഫ 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൾറെഡി VABയുടെ ടേംസ് പോയി, VABയുടെ ടേംസ് ഇല്ല. ഓക്കെ, VABയുടെ ടേംസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞ ശേഷം വരുന്നത് ആദ്യത്തെ വേവ് ഫോം VAC ആണ്. VAC ആകുമ്പം VAC നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 0 എത്തി, 0 താഴോട്ട് വരും, എന്നിട്ടാണ് അടുത്ത വേവ് ഫോം സ്റ്റാർട്ടിങ് വരുന്നത് VBA. ബട്ട് ഫ്രീ വീലിംഗ് ഡയോഡിലുണ്ട് ഈ താഴോട്ടുള്ള പോർഷൻസ് ഒഴിവാക്കി. അപ്പോൾ ഇത് D1ൻ്റെ നേരെ താഴെ വരുന്നത് VAC ആയതുകൊണ്ട് D3. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ സ്വിച്ചിങ്ങും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൽഫ = 90, ഓൾറെഡി ആൽഫ = 90 തന്നെയാണ്. അതിൻ്റെ I0 ഇപ്പോൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണെങ്കിൽ I0 ഫ്രീ വീലിംഗ് ഡയോഡ് ഇങ്ങനെ വന്നു, കൂടി കുറഞ്ഞു. ഫ്രീ വീലിംഗ് ഡയോഡിൽ എന്താണ്, കറണ്ട് കുറയാണ്, ലോഡ് കറണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും ലോഡ് കറണ്ട് കിട്ടുക. ഇനി IA എന്താണ്, IA നമ്മുടെ സോഴ്സിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ IA എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതുവഴി ഒരു കറണ്ട് എപ്പോഴാണ് ഉണ്ടാകുന്നത്, T1 ട്രിഗർ ചെയ്യുമ്പോൾ. ട്രിഗർ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് കറണ്ട് എന്താണോ അതേ കറണ്ട്, ഈ ഒരു ഷേപ്പിലുള്ള കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ഫ്രീ വീലിംഗ് ഡയോഡ് വരുന്ന സമയത്ത് ഇതുവഴി ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ആ സമയത്ത് കറണ്ട് 0 ആണ്. ഓക്കെ, വീണ്ടും VB നോക്കാം. VAC വരുന്ന സമയത്ത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് കറണ്ട് ഉള്ളത്. ഇനി VCA ആണ് അടുത്ത് ഇവിടെ വരുന്നത് അല്ലേ, അതുകൊണ്ടാണിത് നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഫ = 90 ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3 ഫേസ് സെമി കൺവേർട്ടർ അല്ലെങ്കിൽ ഹാഫ് കൺവേർട്ടറിൽ പറയാനുള്ളത്. ഓക്കെ, ഇത് ഫുൾ കൺവേർട്ടറിൽ എന്താണ്, VAB VAC ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എപ്പോഴും 15 ഡിഗ്രിയൊക്കെയാണ് കൂടുതലും ചോദിക്കുക, കാരണം നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലായോ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം 3 ഫേസ് സെമി കൺവേർട്ടറിൻ്റെ വർക്കിങ്ങും അതുപോലെ അതിൻ്റെ വേവ് ഫോംസും പഠിക്കാം. ഇനി ഇതിൻ്റെ ഇക്വേഷൻസും ഡെറിവേഷൻസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ വർക്കിങ്ങും വേവ് ഫോംസ് പഠിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, എന്നിട്ട് ലൈവ് ക്ലാസ് വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ.